മറ്റൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെന്റ് ഏജൻസി ലിമിറ്റഡ് ആയിട്ടുള്ള IREDA പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇത് നവരത്ന കമ്പനിയാണ്. സോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്നതാണെന്ന് ഓർത്തിരിക്കാം. സോ അപ്പോൾ നമ്മൾ ഇതിന്റെ വേക്കൻസിയാണ് നോക്കാൻ പോകുന്നത്. ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ജനറൽ മാനേജർ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ്. നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന സാലറി 1,70,000 മുതൽ 2,80,000 വരെയാണ് സാലറി. 3 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജനറലിന് 2 വേക്കൻസി, SCക്ക് 1 വേക്കൻസിയാണ്. ക്വാളിഫിക്കേഷൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ലൈക്ക് CA അല്ലെങ്കിൽ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ്, CMA, MBA അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് ഓർ ഇക്വലന്റ് ഇൻ ഫിനാൻസിൽ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 52 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. രണ്ടാമത് വിളിച്ചിരിക്കുന്നത് നോക്കാം. ജനറൽ മാനേജർ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട് ഇൻവെസ്റ്റർ റിലേഷനിലേക്കാണ്. സാലറി സെയിം ആണ്. 2 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ജനറൽ 1, OBCക്ക് 1 ഇതും ക്വാളിഫിക്കേഷൻ CA അല്ലെങ്കിൽ CMA, MBA അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് ആണ് പറയുന്നത്. ഇപ്പം നിങ്ങളിപ്പം കമ്പനി സെക്രട്ടറി ആയിട്ടൊക്കെ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് പ്രിഫറൻസ് കിട്ടും. 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 52 വയസ്സിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി ചീഫ് മാനേജർ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സിലേക്ക് 80,000 മുതൽ 2,20,000 വരെയാണ് നിങ്ങൾക്ക് സാലറി കിട്ടുന്നത്. 3 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജനറൽ 2, OBC 1. മറ്റുള്ള ക്വാളിഫിക്കേഷൻ സെയിം തന്നെയാണ്. ചാർട്ടേഡ് CA, CMA, MBA അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് ആണ് ഓർത്തിരിക്കുക. 11 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 42 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കാം. പിന്നീട് വിളിച്ചിരിക്കുന്നത് പ്രോജക്ട്സ് ബേസിസിലാണ്. ജനറൽ മാനേജർ പ്രോജക്ട്സിലേക്കാണ്. 1,20,000 മുതൽ 2,80,000 വരെ സാലറി. 5 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ജനറൽ 2, OBC 1, SC 1, ST 1. അങ്ങനെ BA അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 52 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യുന്ന ഓർത്തിരിക്കാം. നെക്സ്റ്റ് വിളിച്ചിരുന്ന അഡീഷണൽ ജനറൽ മാനേജർ പ്രോജക്ട്സിലേക്ക് 1 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. 1,00,000 മുതൽ 2,60,000 വരെയാണ് സാലറി. BA, BTech, BSc എഞ്ചിനീയറിംഗ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. 17 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 48 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നീട് വിളിക്കുന്ന ഡെപ്യൂട്ടി ജനറൽ മാനേജർ പ്രോജക്ട്സിലേക്ക് വേക്കൻസി 2 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ജനറൽ 1, OBC 1, BA, BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് ആണ് പറയുന്നത്. 14 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 45 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ചീഫ് മാനേജർ പ്രോജക്ട്സിലേക്ക് ആണ് വിളിച്ചിരിക്കുന്നത്. 2 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ജനറൽ 1, SC 1, BA, BTech, BSc എഞ്ചിനീയറിംഗ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. 11 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 42 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് വിളിച്ചിരുന്നത് കോർപ്പറേറ്റ് അഫയേഴ്സ് ആൻഡ് കമ്പനി സെക്രട്ടേറിയറ്റിലേക്കാണ്. എക്സിക്യൂട്ടീവ് ഡയറക്ടർ കമ്പനി സെക്രട്ടേറിയറ്റ് ആണ്. 1,50,000 മുതൽ 3,00,000 വരെയാണ് നിങ്ങൾക്ക് സാലറി കിട്ടുന്നത്. 1 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. അസോസിയേറ്റ് മെമ്പർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറി ഉള്ള അതാണ് ക്വാളിഫിക്കേഷൻ. 23 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 55 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നീട് വിളിച്ചിരിക്കുന്നത് ലീഗൽ സർവീസ് ആണ്. മാനേജർ ലോയിലേക്ക് 60,000 മുതൽ 1,80,000 വരെ സാലറി. സോ 3 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. 2 വേക്കൻസി ജനറൽ, OBC 1. ഗ്രാജുവേറ്റ് വിത്ത് LLB ലൈക്ക് 3 ഇയേഴ്സ് ഡ്യൂറേഷൻ ഉള്ളതാണെങ്കിലും 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് ലോ കോഴ്സ് പഠിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 4 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 35 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നീട് വിളിച്ചിരിക്കുന്നത് ബിസിനസ് ഡെവലപ്മെന്റ് സ്ട്രാറ്റജീസിലാണ്. അസിസ്റ്റന്റ് മാനേജർ ബിസിനസ് ഡെവലപ്മെന്റ് 40,000 മുതൽ 1,40,000 വരെ സാലറി. ജനറൽ 2 വേക്കൻസി. പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് ക്വാളിഫിക്കേഷൻ ലൈക്ക് MBA അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ട് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. ഡിസേബിൾ ക്വാളിഫിക്കേഷൻ BA, BTech ഉള്ളവർക്കും BSc പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാം. 2 വർഷത്തെ എക്സിക്യൂട്ടീവ് ലെവൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതും പറയുന്നുണ്ട്. 33 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കുക. പിന്നീട് വിളിച്ചത് ഹ്യൂമൻ റിസോഴ്സിലേക്കാണ്. ലൈക്ക് ഓഫീസർ ജനറൽ 30,000 മുതൽ 1,20,000 വരെ 8 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ജനറൽ 5, OBC 2, SC 1. ഗ്രാജുവേറ്റ് ഇൻ എനി ഡിസിപ്ലിൻ വിത്ത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. മിനിമം 2 ഇയേഴ്സ് ഫ്രം റെക്കഗ്നൈസ്ഡ് 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 50 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കാം. ക്വാളിഫിക്കേഷൻസ് ഒക്കെ പറയുന്നുണ്ട്. ജസ്റ്റ് ഓർത്തിരിക്കുക. വർക്ക് എക്സ്പീരിയൻസ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. നോക്കുന്ന ആപ്ലിക്കേഷൻ ഫീസ് ആണ്. നിങ്ങൾക്ക് 1,000 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. SC, ST, PWD അതുപോലെ തന്നെ എക്സ് സർവീസ്മാൻ, ഇന്റേണൽ കാൻഡിഡേറ്റ് ഒന്നും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ബാക്കി വരുന്ന കാൻഡിഡേറ്റിന് 1,000 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് എന്ന് ഓർത്തിരിക്കുക. സെലക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ഫോർ ദ പർപ്പസ് ഓഫ് ഇന്റർവ്യൂ ബേസിസിലാണ്. ഓൺലി ദോസ് കാൻഡിഡേറ്റ് ഹു ആർ കൺസിഡർ ഫോർ സ്യൂട്ടബിൾ ടേംസ് ഓഫ് നേച്ചർ എന്ന് പറയുന്നുണ്ട്. ആപ്ലിക്കേഷൻ മീൻസ് ദ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫോർ സ്യൂട്ടബിൾ ആൻഡ് ഷോർട്ട്ലി ഷാൾ ബി കോൾഡ് ഫോർ ഇന്റർവ്യൂ എന്ന് പറയും. അപ്പോൾ ഇന്റർവ്യൂ ത്രൂ മാത്രമല്ല, അപ്പോൾ ഇന്റർവ്യൂ മാത്രമേ ഇതിന് കണ്ടക്ട് ചെയ്യുന്നുള്ളൂ. ഡയറക്റ്റ് ആയിരിക്കും നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് സെലക്ഷൻ വരുന്നത്. സെലക്ഷൻ ഷാൾ ബി ബേസ്ഡ് ഓൺ ദ പെർഫോമൻസ് ഇൻ ദ ഇന്റർവ്യൂ എന്ന് പറയുന്നുണ്ട്. അപ്പം ഇന്റർവ്യൂ നല്ല വൃത്തിക്ക് പെർഫോം ചെയ്യുക. വെരിഫിക്കേഷൻ ഓഫ് ഡോക്യുമെന്റ് ഷാൾ ബി ഡൺ before the interview. The candidate shall be required to carry all the original certificate and testimonial for the verification before interview എന്ന് പറയുന്നുണ്ട്. The step by step process of submitting online application സ്റ്റെപ്പ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. PDF ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുക. അവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. എന്തൊക്കെയാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് ഇതിനകത്ത് മെയിൻലി അവർ പറഞ്ഞിട്ടുണ്ട്. അത് ജസ്റ്റ് നോക്കുക. അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ആർ നോട്ട് റിക്വയർഡ് ടു സബ്മിറ്റ് ഹാർഡ് കോപ്പി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഹാർഡ് കോപ്പി ഒന്ന് സബ്മിറ്റ് ചെയ്യേണ്ടത് ഓൺലി ത്രൂ ഓൺലൈൻ ആപ്ലിക്കേഷൻ മാത്രം. ഇനി ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് 14 മാർച്ച് 2026. ക്ലോസ് ചെയ്യുന്ന ഡേറ്റ്
ഏപ്രിൽ 3-ലാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ അതിന് മുമ്പ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അപ്ലൈ ചെയ്യുക. നല്ലൊരു വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെന്റ് ഏജൻസി ലിമിറ്റഡിൽ നിന്നാണ്. അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അപ്ലൈ ചെയ്യുക.